യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്യാൻസറിൻ്റെ പിടിയിലമർന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും ആശ്വാസവും സ്വീകരിക്കുന്ന ശുശ്രൂഷയിലേക്കാണ് നാം ഇപ്പോൾ ഒന്നു ചേർന്നിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരിക. മരിച്ച ലാസറിൻ്റെ വീട്ടിലേക്ക് യേശു കടന്നു ചെല്ലുന്ന സംഭവമാണ് അവിടെ നമ്മൾ കാണുന്നത്. യേശുവിനെ കണ്ട ഉടനെ തന്നെ സഹോദരിമാർ വന്ന് പറഞ്ഞു, കർത്താവേ, ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. കാരണം നിന്റെ സ്നേഹിതനായ ലാസർ മരിച്ചിട്ട് ഇത് 4-ാം ദിവസമാണ്. യേശു ചോദിച്ചു, അവൻ്റെ കുഴിമാടം എവിടെയാണ്? സഹോദരിമാർ പറഞ്ഞു, കർത്താവേ, 3 ദിവസങ്ങൾ പിന്നിട്ടു. മാംസവും ശരീരവും വേർതിരിയുന്ന 4-ാം ദിവസമാണിത്. കർത്താവ് അവരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദരിമാരെ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇത് പറഞ്ഞതിന് ശേഷം ജീവനറ്റ ലാസറിനെ ജീവനിലേക്ക്, ജീവനും പുനരുത്ഥാനവുമായ യേശു തിരിച്ചു കൊണ്ടുവരുന്നു. വൈദ്യശാസ്ത്രത്തിന് നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ മേൽ ചെയ്യാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. വൈദ്യശാസ്ത്രം ഒരുപക്ഷെ നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഒരിക്കലും നമ്മളെ കൈവിടാത്ത കർത്താവിത നമ്മുടെ സമീപത്തേക്ക് വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി പറഞ്ഞു വിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി പറഞ്ഞു വിടുകയില്ല. ഒരു പക്ഷേ ഒരൊറ്റപ്പെട്ട മുറിയിൽ രോഗബാധിതയായി കഴിയുന്ന വ്യക്തിയായിരിക്കാം നീ. രോഗം നിന്നെ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. ഒരു വാർഡിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം നീ. ഇതാ ഒരു ICU യൂണിറ്റിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം. ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് മരണത്തോട് മല്ലിടുന്നൊരു വ്യക്തിയായിരിക്കാം നീ. ഓർക്കുക, ദൈവത്തിൻ്റെ വാഗ്ദാനം, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥമായി പറഞ്ഞു വിടുകയില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുക തന്നെ ചെയ്യും. ചിലരെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ പേര് കേൾക്കുന്നത് പോലും അരോചകമായി അനുഭവപ്പെടുന്നവരുണ്ടാകാം. ആവർത്തിച്ച് സ്വീകരിക്കുന്ന സർജറി വഴിയായും കീമോ വഴിയായും മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ വഴിയായും ശിരസ്സും ശരീരവും ഒരുപാട് വിരൂപമായതിനെ ഓർത്തുകൊണ്ട് വേദനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലരെങ്കിലും അതുകൊണ്ട് തന്നെ സ്വന്തം മുറിയിലെ കണ്ണാടിയിൽ നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരിക്കാം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർക്കണം. സങ്കീർത്തനം 147-ന്റെ 3-ാമത്തെ തിരുവചനം ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കും. ദൈവം ജനത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഹൃദയം നുറുങ്ങിയവരെ ഞാൻ ആശ്വസിപ്പിക്കുകയും അവരുടെ മുറിവുകൾ ഞാൻ വച്ച് കെട്ടുകയും ചെയ്യും. സഹോദരങ്ങളെ, രോഗം നിങ്ങളുടെ ഹൃദയത്തെ ഒരുപാട് നുറുക്കിയിട്ടുണ്ടോ? രോഗം നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ഹൃദയം നുറുങ്ങിയവരെ ആശ്വസിപ്പിക്കുകയും മനസ്സ് മുറിഞ്ഞവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്ന രക്ഷകനും നാഥനുമായ ക്രിസ്തുപിത നമ്മെ സന്ദർശിക്കാൻ കടന്നു വരുന്നു. ജീവനറ്റ ലാസറിൽ നിന്നും ജീവനെ തിരിച്ചു കൊണ്ടുവന്ന ക്രിസ്തു, ജീർണിച്ച ലാസറിന് ഓജസ്സുള്ള ശരീരം കൊടുത്ത കർത്താവ്, ഇതാ വിശ്വസിക്കുന്നവർക്ക് ദൈവമഹത്വം നൽകുവാൻ, സൗഖ്യം നൽകുവാൻ ഇതാ അവൻ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുന്നു. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പരിശുദ്ധനാകും ബലവാനേ നീ പരിശുദ്ധനാകും മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകും ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ നീ ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഏറെ പ്രതീക്ഷയോടും ഏറെ സ്വപ്നങ്ങളോടും കൂടിയാണ് നിന്റെ ജനം ഈ അനുഗ്രഹീതമായ മണിക്കൂറിൽ പങ്കുപറ്റുന്നത്. കർത്താവേ, യാക്കോബ് സ്ലിഹയിലൂടെ നീ പറയുന്ന വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവിടുന്ന് കടന്നു വന്ന് അവരെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവിടുന്ന് കടന്നു വന്ന് അവരെ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ ഈ അത്ഭുതത്തിൻ്റെ മണിക്കൂറിൽ പങ്കുപറ്റുന്ന ലോകം മുഴുവനിലുമുള്ള ക്യാൻസർ രോഗികളെ ഈ സമയം അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ജീവനും പുനരുത്ഥാനവുമായവൻ നീയാണല്ലോ. മരിച്ച ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവന്ന ദൈവമാണല്ലോ നീ. മരണത്തെ തോൽപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവമാണല്ലോ നീ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്ന് അരുളി ചെയ്തവനാണല്ലോ നീ. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന സകലരും കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ മുട്ടുകൾ മടക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. നമ്മുടെ ദൈവം വലിയവനാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർക്കാം. നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയാത്തതായി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമുണ്ടോ? എനിക്ക് സകലതും നിങ്ങൾക്കായി ചെയ്തു തരാൻ കഴിയും. കർത്താവെ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടവർ ഈ സമൂഹത്തിലുണ്ട്. എങ്ങനെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോർത്ത് വേവലാതിപ്പെടുന്നവരുണ്ട്. ICU യൂണിറ്റുകളിൽ കഴിയുന്നവരുണ്ട്. വെന്റിലേറ്ററുകളിൽ കഴിയുന്നവരുണ്ട്. ഓക്സിജൻ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം ദിവസങ്ങൾ തള്ളി നീക്കുന്നവരുണ്ട്. ഇത്രയും ദിവസം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കൂ എന്ന് വിധി എഴുതപ്പെട്ടതുകൊണ്ട് എല്ലാ വിധത്തിലും തളർന്നു പോയവരുണ്ട്. എല്ലാ ദിവസവും കരഞ്ഞെഴുന്നേൽക്കുകയും കണ്ണീര് കൊണ്ട് കിടക്ക നനയ്ക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഓ കർത്താവേ, അവരുടെ നിലവിളിയും പ്രാർത്ഥനയുമാണ് ഈ മണിക്കൂറിൽ ഞങ്ങൾ ഉയർത്തുന്നത്. നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്ന ദൈവമേ, നിന്റെ കണ്ണീരൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് അരുളി ചെയ്തവനെ, നിന്റെ അടുത്തേക്ക് ഞാൻ വരികയും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന് അരുളി ചെയ്തവനെ,
നിൻ്റെ മുമ്പിലേക്ക് എല്ലാ രോഗികളെയും ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. അതെ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ക്യാൻസറിൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. മരണത്തിൻ്റെ മേൽ നിനക്ക് അധികാരമുള്ളതുപോലെ തന്നെ സകല വ്യാധികളുടെ മേൽ നിനക്ക് അധികാരമുള്ളതുപോലെ തന്നെ ഇതാ കർത്താവിൻ്റെ മഹത്വം ക്യാൻസർ രോഗികളുടെ മേൽ കടന്നു വരുന്ന മണിക്കൂർ. അതേ, കർത്താവിൻ്റെ മഹത്വം, അവൻ്റെ സൗഖ്യത്തിൻ്റെ മഹത്വം ക്യാൻസർ രോഗികളുടെ സിരകളിലും കോശങ്ങളിലും വ്യാപരിക്കുന്ന സമയം ഞങ്ങൾ വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വരണമേ, ഞങ്ങളുടെ മുറിവുകൾ ഉണക്കാൻ വരണമേ, ഞങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ വരണമേ, ഞങ്ങളുടെ രോഗപീഠകൾ വഹിക്കുവാൻ നീ ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. ഏറെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സൗഖ്യം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൽ നമുക്കൊന്നായിരിക്കാൻ ശ്രമിക്കാം. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരണേ. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരണേ. ഉള്ളം തകർന്നു ഞാൻ തേങ്ങിടവേ, മിഴിനീരുമാക്കാൻ നീ വരണേ. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരണേ. പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. പാപിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. മുറിവേറ്റു പിടയും ഹൃദയത്തിൽ ശാന്തി പകരാനെന്നാഥ വരണേ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ശരീരാവയവങ്ങളും സന്ധിബന്ധങ്ങളും ദിവ്യകാരുണ്യ യേശുവേ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ താൻ ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ ഏറെ പേരെ അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇതാ, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഈ സമയം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സമീപത്തേക്കും കിടപ്പറയിലേക്കും ദിവ്യകാരുണ്യ യേശു കടന്നു വരുന്നത്. ഇതാ, അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെ അവൻ സ്പർശിക്കുന്നുണ്ട്. നിങ്ങളുടെ സിരകളിലൂടെയും കോശങ്ങളിലൂടെയും കടന്നു പോകുന്ന കരുണയില്ലാത്ത ക്യാൻസറിൻ്റെ അണുക്കളെ നിർവീര്യമാക്കാൻ അവൻ കടന്നു വരുന്നുണ്ട്. രോഗികൾ അതുകൊണ്ട് ദുഃഖിക്കാതിരിക്കട്ടെ. പ്രതീക്ഷയുടെ ഉറവിടമായ യേശുവിലേക്ക് നോക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഇരു കരങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് യാചനാപൂർവം പിടിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാവരും ഇപ്പോൾ കുടുംബാംഗങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും ദിവ്യകാരുണ്യ യേശുവിലേക്ക് നീട്ടിപ്പിടിക്കട്ടെ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലട്ടെ.
കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, സൗഖ്യദായകനായ യേശുവേ, സൗഖ്യദായകനായ യേശുവേ, രോഗങ്ങൾ ഏറ്റെടുക്കുന്ന യേശുവേ, രോഗങ്ങൾ ഏറ്റെടുക്കുന്ന യേശുവേ, മരണത്തെ തോൽപ്പിച്ച യേശുവേ, മരണത്തെ തോൽപ്പിച്ച യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്യാൻസർ രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. ക്യാൻസർ രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. വൈദ്യശാസ്ത്രത്താൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. വൈദ്യശാസ്ത്രത്താൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. എന്റെ മേൽ വിശിഷ്യമായി കരുണയായിരിക്കണമേ. ഈശോയെ, കരുണയായിരിക്കണമേ. ഈശോയെ, കരുണയായിരിക്കണമേ. 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 രോഗപീഠകളെ, രോഗപീഠകളെ അങ്ങയുടെ തിരുമുമ്പിൽ, അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്നു. ഓ ഈശോയെ, ഓ ഈശോയെ, ഏകരക്ഷകനായ ഈശോയെ, ഏകരക്ഷകനായ ഈശോയെ, ലോകരക്ഷകനായ ഈശോയെ, ലോകരക്ഷകനായ ഈശോയെ, മരിച്ചുയർത്തവനായ ഈശോയെ, മരിച്ചുയർത്തവനായ ഈശോയെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ഈശോയെ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ഈശോയെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായ ഈശോയെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായ ഈശോയെ, രോഗികൾക്ക് ശാന്തി നൽകുന്ന ഈശോയെ, രോഗികൾക്ക് ശാന്തി നൽകുന്ന ഈശോയെ, എന്നെ സുഖപ്പെടുത്താൻ കടന്നു വരണമേ. എന്നെ സുഖപ്പെടുത്താൻ കടന്നു വരണമേ. എന്നെ സുഖപ്പെടുത്താൻ കടന്നു വരണമേ. എന്നെ സുഖപ്പെടുത്താൻ കടന്നു വരണമേ. എന്നിലേക്ക് പ്രവേശിക്കണമേ. എന്നിലേക്ക് പ്രവേശിക്കണമേ. എന്നിലേക്ക് പ്രവേശിക്കണമേ. എന്നിലേക്ക് പ്രവേശിക്കണമേ. എന്റെ സമീപത്തേക്ക് വരണമേ. എന്റെ സമീപത്തേക്ക് വരണമേ. എന്റെ സമീപത്തേക്ക് വരണമേ. എന്റെ സമീപത്തേക്ക് വരണമേ. നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കണമേ. നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കണമേ. കരയുന്നവരെ നീ നോക്കി കാണണമേ. കരയുന്നവരെ നീ നോക്കി കാണണമേ. ഓ രോഗികളെ നീ ആശ്വസിപ്പിക്കണമേ. ഓ രോഗികളെ നീ ആശ്വസിപ്പിക്കണമേ. 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 ഇരു കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹോദരങ്ങളെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. അവനെ നോക്കിയവരെല്ലാവരും സൗഖ്യം സ്വീകരിക്കുന്നു. അവനിലേക്ക് കടന്നു വരുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഭവനങ്ങളിലായിരുന്നും ആശുപത്രികളിലായിരുന്നും വാഹനങ്ങളിലായിരുന്നും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധമന്ദിരങ്ങളിലായിരുന്നും പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവമക്കളുടെ നിലവിളി നീ കാണണമേ, കേൾക്കണമേ. കർത്താവേ, അവരെ ആശ്വസിപ്പിക്കാൻ നീ കടന്ന് ചെല്ലണമേ. അവരുടെ ഇടയിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ. ഇറങ്ങി ചെല്ലണമേ. കടന്ന് ചെല്ലണമേ. കടന്ന് ചെല്ലണമേ. കരയുന്നവരുടെ കണ്ണുനീര് നീ ഒപ്പണമേ. നിലവിളിക്കുന്നവരുടെ നിലവിളി നീ കാണണമേ. ഹൃദയം നുറുങ്ങിയവരെ നീ ആശ്വസിപ്പിക്കണമേ. തകർന്നവരുടെ ഇടയിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ. നിന്റെ സമീപത്തല്ലാതെ മറ്റാരുടെ പക്കൽ ഞങ്ങൾ പോകും കർത്താവേ. മറ്റാരുടെ പക്കൽ ഞങ്ങൾ പോകും. മറ്റാർക്കും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരം നീ നീട്ടണമേ. നിന്റെ കരം നീ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. ദിവ്യകാരുണ്യ യേശുവേ, വളരെ പ്രത്യേകമായി ബോൺ ക്യാൻസർ മൂലം ഏറെ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. നിലവിളിച്ച് മടുത്തവർ, സ്വന്തം ജീവിത പങ്കാളിയുടെ, കുഞ്ഞുങ്ങളുടെ, പിതാവിൻ്റെ, മാതാവിൻ്റെ നിലവിളി നോക്കി കാണാൻ പോലും കഴിയാതെ നെഞ്ചുരുകി വേദനിക്കുന്ന നിന്റെ മക്കളെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവേ.
വിശ്വാസം പോലും കൈവിടാൻ തക്ക വിധത്തിൽ ഏറെ തകർന്ന മനസ്സുകളെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് ഉയർത്തുന്ന കർത്താവേ, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് മനസ്സുരുകി വേദനിക്കുന്ന നിന്റെ മക്കളെ നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ, അന്ന് നീ നടന്നു പോയപ്പോഴല്ലേ 12 വർഷമായി രക്തസ്രാവം ബാധിച്ച പെൺകുട്ടി നിന്റെ വസ്ത്രത്തിന്റെ വിടുമ്പിൽ സ്പർശിച്ച് സൗഖ്യം പ്രാപിച്ചത്? മുഴുവൻ ധനവും മുഴുവൻ സ്വത്തും വൈദ്യശാസ്ത്രത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി അവർ കൊടുത്തു. എന്നാൽ അവൾക്ക് ആശ്വാസം കിട്ടിയില്ല. എന്നാൽ നീ നിന്റെ വസ്ത്രത്തിൽ സ്പർശിക്കാൻ അവളെ അനുവദിച്ചപ്പോൾ അവൾക്കിതാ സൗഖ്യം ലഭിച്ചു. കർത്താവേ, വേദന കൊണ്ട് പിടയുന്ന ആരെങ്കിലും ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കു പറ്റുന്നുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ നീ കടന്നു ചെല്ലണമേ. അവരുടെ വേദനകൾ നീ ഏറ്റെടുക്കണമേ കർത്താവേ. അവരിപ്പോൾ തന്നെ നീ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ, നിന്നെ ആശ്വസിപ്പിക്കാൻ യേശു നിന്റെ സമീപത്തേക്ക് വരുന്നുണ്ട്. നിന്റെ കിടപ്പറയിലേക്ക് അവൻ വരുന്നുണ്ട്. നീ ആയിരിക്കുന്ന മുറിയിലേക്ക് യേശു വരുന്നുണ്ട്. അവനെ സ്വീകരിക്കാം, അവനെ സ്വീകരിക്കാം, അവനെ സ്വീകരിക്കാം. കർത്താവേ, വേദന കൊണ്ട് പിടയുന്ന എല്ലാ രോഗികളെയും അങ്ങയുടെ മുമ്പിലേക്ക് അർപ്പിച്ച് അവരെ സൗഖ്യപ്പെടുത്തുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. ദിവ്യകാരുണ്യ യേശുവേ, ക്യാൻസർ ശരീരത്തിൽ വന്നു എന്നതിൻ്റെ ഭീകരത തിരിച്ചറിഞ്ഞപ്പോൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയാതെ, മറ്റാരോടും പറയാതെ രഹസ്യമായി സൂക്ഷിക്കുന്ന വ്യക്തികളെ അങ്ങയുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിത പങ്കാളിയോട് എങ്ങനെ പങ്കുവെക്കും? കുഞ്ഞുങ്ങളോട് എങ്ങനെ പങ്കുവെക്കും? രോഗബാധിതരായ മാതാപിതാക്കളോട് എങ്ങനെ പങ്കുവെക്കും? പ്രൊഫഷണൽ മേഖലയിലായിരിക്കുന്നവരോട് എങ്ങനെ പങ്കുവെക്കും? കർത്താവേ, തങ്ങളുടെ രോഗം അംഗീകരിക്കാൻ കഴിയാതെ ഇന്ന് വളരെ പ്രത്യേകമായി ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന രോഗികളെ നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ രഹസ്യമായതെല്ലാം തിരിച്ചറിയുന്ന കർത്താവേ, ആ രോഗികളെ അങ്ങയുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ സൗഖ്യപ്പെടുത്താനും അവരെ ആശ്വസിപ്പിക്കാനുമായി നീ ഇറങ്ങി ചെല്ലണമേ. അവരുടെ അടുത്തേക്ക് നീ ചെല്ലണമേ കർത്താവേ. സ്വന്തം രോഗം അംഗീകരിക്കാൻ പോലും കഴിയാതെ വേദനിക്കുന്ന രോഗികളെ സൗഖ്യപ്പെടുത്താൻ കർത്താവായ യേശുവേ, നീ ഇപ്പോൾ തന്നെ അവരുടെ സമീപത്തേക്ക് ഇറങ്ങി ചെല്ലണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. രോഗിയാമെന്നുള്ളിൽ വന്നു വാഴുനാഥ, പാവന പ്രകാശം തൂകിടുനാഥ. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന രോഗികളായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങൾ ഈ സമയം രോഗിയുടെ സമീപത്തേക്ക് ചെന്ന്, അടുത്തേക്ക് ചെന്ന് ആശീർവദിച്ച വെള്ളമോ
ഒരുക്കി വച്ചിരിക്കുന്ന എണ്ണയോ രോഗിയുടെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുക. രോഗിയുടെ നെറ്റിയിൽ പൂശി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കരങ്ങൾ കുടുംബാംഗത്തിൻ്റെ മേൽ, രോഗിയായ കുടുംബാംഗത്തിൻ്റെ മേൽ വെച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അവരെ ഹൃദയത്തിൽ സ്വീകരിച്ച് വലത് കരം ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ ദിവ്യകാരുണ്യ കർത്താവേ, ഈ സമയം വളരെ അകലങ്ങളിലായിരുന്നു കൊണ്ട് പോലും ഈ ശുശ്രൂഷയിൽ പങ്കു പറ്റുന്ന നിന്റെ ദൈവമക്കളെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. മരുന്നോ ലേപന ഔഷധങ്ങളോ അല്ലല്ലോ, നിന്റെ തിരുവചനമാണല്ലോ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. കർത്താവേ, നീ അന്ന് പറഞ്ഞില്ലേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നീ കേൾക്കുമെന്ന്. കർത്താവേ, വിശ്വാസത്തോടെ നിന്റെ മക്കൾ നിന്റെ സഹോദരങ്ങളുടെ തലയിലും ശിരസിലും ശരീരത്തിലും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ, അവരുടെ നിലവിളി നീ കേൾക്കണമേ. അവരെ നീ ഒരിക്കലും സൗഖ്യപ്പെടുത്താതെ പറഞ്ഞു വിടരുത്, അവരെ ആശ്വസിപ്പിക്കാതെ നീ പറഞ്ഞു വിടരുത്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്യത്തിലൂടെയും കത്തോലിക്കാ സഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ച് ഈ സമയം ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാ രോഗികളുടെ മേലുമുള്ള തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ കുരിശിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്യത്തിലൂടെയും കത്തോലിക്കാ സഭ എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെയും ക്യാൻസർ രോഗികളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പെരാഗ്രിൻ്റെയും മധ്യസ്ഥം തേടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളുടെ മേലുമുള്ള രോഗത്തിൻ്റെ പീഠകളെ കുരിശിൽ മരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ വിട്ടുപോവുക, തിന്മയുടെ സ്വാധീനങ്ങളെ വിട്ടുപോവുക, പൈശാചികമായ സ്വാധീനങ്ങളെ വിട്ടുപോവുക. ദുഃഖിച്ച് കഴിയുന്നവർ ഇപ്പോൾ മോചിതരാകട്ടെ. ശരീരത്തിലെ ട്യൂമറുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. സന്ധിബന്ധങ്ങളിലുള്ള വേദനകൾ ഇപ്പോൾ വിട്ടുപോകട്ടെ. വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. യേശുവിന്റെ കുരിശിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. ആശ്വാസം പ്രാപിക്കപ്പെടട്ടെ. ബ്രെയിൻ ട്യൂമറുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. ബ്രെയിനിലും സിരകളിലുമുള്ള ക്യാൻസറിന്റെ കരുണയില്ലാത്ത അണുക്കൾ ഈ സമയം ക്രൂശിതനായ യേശുവിന്റെ തിരുരക്തത്താൽ നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളെ നീ ഏറ്റെടുക്കണമേ, പീഡിതരെ നീ ആശ്വസിപ്പിക്കണമേ, അവരുടെ നിലവിളി നീ കാണണമേ. ഭവനങ്ങളിലായിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ കാണണമേ, ആശുപത്രികളിലായിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ കാണണമേ. അവരുടെ നിലവിളി നീ കാണണമേ. അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ ലാസറിന്റെ കുഴിമാടത്തിൽ കടന്നു ചെന്ന യേശുവേ, ഓ കർത്താവേ, നീ അവരെ സൗഖ്യവുമായി ആശ്വാസവുമായി കടന്നു ചെന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബന്ധിക്കണേ, പുറത്താക്കിയിടണേ നിൻ വചസ്സിൻ ദിവ്യ ശക്തിയാലേ. ബന്ധിക്കണേ, പുറത്താക്കിയിടണേ നിൻ വചസ്സിൻ ദിവ്യ ശക്തിയാലേ. ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ അത്യുന്നതം നാമശക്തിയാലേ. ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ അത്യുന്നത നാമശക്തിയാലേ. ബന്ധിക്കണേ, പുറത്താക്കിയിടണേ നിൻ വചസ്സിൻ ദിവ്യ ശക്തിയാലേ. ബന്ധിക്കണേ, പുറത്താക്കിയിടണേ നിൻ വചസ്സിൻ ദിവ്യ ശക്തിയാലേ. ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ അത്യുന്നതൻ നാമശക്തിയാലേ.
നാമശക്തിയാലേ ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ അത്യുന്നതൻ നാമശക്തിയാലേ. ശരീരത്തിലുള്ള ട്യൂമറുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. സിരകളിലുള്ള ക്യാൻസറിൻ്റെ അണുക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ബോൺ ക്യാൻസറിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ബ്രസ്റ്റിലുള്ള ക്യാൻസറിൻ്റെ അണുക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ബ്രെയിൻ ട്യൂമറുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ബോൺ ക്യാൻസറിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. അന്നനാളത്തിലുള്ള ക്യാൻസറിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ശരീരത്തിലെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ക്യാൻസറിന്റെ അണുക്കളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. യേശു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. പൗരോഹിത്യ അധികാരത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. രോഗപീഠകൾ വിട്ടുപോകട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധിക്കണേ, പുറത്താക്കിയിടണേ നിൻ വചസ്സിൻ ദിവ്യശക്തിയാലേ. ബന്ധിക്കണേ, പുറത്താക്കിയിടണേ നിൻ വചസ്സിൻ ദിവ്യശക്തിയാലേ. ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ അത്യുന്നതൻ നാമശക്തിയാലേ. ബന്ധിച്ചു നിർവീര്യമാക്കിയിടണേ അത്യുന്നതൻ നാമശക്തിയാലേ. ദിവ്യകാരുണ്യ യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് സൗഖ്യവും ആശ്വാസവും നമ്മുടെ മനസ്സിൽ നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമുക്ക് മതിയായവനാണ്. ഈശോ ഈ രാത്രിയിൽ കടന്നു വന്ന് എന്നെ സൗഖ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അവൻ എന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസം നമുക്ക് ഹൃദയത്തിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ സമയം യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.